പ്രിയമുള്ളവരെ, കുറേ ദിവസമായി ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. കേരളത്തിലുള്ള ഒരു സംഘടന, ആ സംഘടനയുടെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ബാംഗ്ലൂരിൽ വെച്ച് നടത്തുന്നു. ഇതിലെ ലോജിക്ക് എന്ത് എന്ന് കുറേ ചിന്തിച്ചു. ഒരു പിടുത്തം കിട്ടിയില്ല. ഒരുപാട് ആളുകളോട് അന്വേഷിച്ചു. ആർക്കും ഒരു മതിയായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ അത് കേരളം വിട്ട് വളർന്നിട്ടുണ്ടാകും, അഖിലേന്ത്യാ കമ്മിറ്റി ആയിട്ടുണ്ടാകും എന്നൊക്കെയാണ് അവർ അഭിപ്രായം പറഞ്ഞത്. എങ്കിലും അങ്ങനെ ഒരു സംഘടന മുമ്പ് നേതാക്കൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അവകാശവാദം അടിസ്ഥാനത്തിൽ കേരളവും അതിൻ്റെ പരിസരത്തുള്ള 1-2 ജില്ലകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അത് രൂപീകരിച്ച സമയത്തുള്ള അതിൻ്റെ പരിധി. ഇപ്പോൾ എന്താണ്, കേരളത്തിൻ്റെ പരിധിയിലുള്ളവർ ബാംഗ്ലൂരിൽ പോയി ഉദ്ഘാടന സമ്മേളനം നടത്തുന്നു എന്നതിൻ്റെ ഒരു ഗുട്ടൻസ് പിടികിട്ടുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ കളം വിട്ട് ചാടുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് മനസ്സിലാകുന്നത്. ഓരോരുത്തർക്കും നിശ്ചയിച്ചതായ ഒരു പരിധിയുണ്ടല്ലോ, ആ പരിധി വിട്ട് അപ്പുറത്ത് ചാടുന്നതിനുള്ള കളം വിട്ട് ചാടുക എന്ന് പറയുന്നത് എന്നതിൻ്റെ ഒരു തിക്തോദാഹരണമാണോ ഇത് എന്ന് സംശയിച്ചു പോവുകയാണ്. ഇവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവിടെയും അവിടെയൊക്കെ സമ്മേളനം നടത്തുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഇട്ടാവട്ടത്ത് മാത്രം ഒതുങ്ങുന്ന ഈ പ്രസ്ഥാനത്തിന് കേരളത്തിൻ്റെ പുറത്തേക്ക് പ്രവേശനം കിട്ടിയത് എന്നത് ചിന്തിച്ചിട്ട് ആർക്കും തന്നെ പിടുത്തം കിട്ടുമെന്ന് തോന്നുന്നില്ല. കളം മാറി ചവിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. പാരമ്പര്യം അവർ വലിച്ചെറിഞ്ഞു നേരത്തെ തന്നെ. ഇപ്പോൾ അതിൻ്റെ കളവും വിട്ട് അഖിലേന്ത്യാ കമ്മിറ്റിയെ പോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ഭേദഗതി വരുത്തിയിട്ട് ഞങ്ങൾ ഇത് അഖിലേന്ത്യാ കമ്മിറ്റി ആക്കിയിരിക്കുന്നു എന്ന് പറയണം. അതേസമയത്തിൻ്റെ പേരുമ്പോൾ തന്നെ മുറക്കബാണല്ലോ. ബാലബക്ക മാഴതീകരിബ എന്നൊക്കെ പറയും പോലെ, ഹലറമൗത്ത് എന്നൊക്കെ പറയും പോലെ സമസ്ത കേരളയാണ്. അപ്പോൾ സമസ്ത കേരളയുടെ സമ്മേളനം ഇവിടെ നടക്കേണ്ടത്. അവിടെ കർണാടക ജമിയത്തുൽ ഉലമൻ്റെ അങ്ങനത്തെ സമ്മേളനങ്ങളാണ് അവിടെ നടത്തേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ ഈ ലോജിക്ക് പിടികിട്ടാത്തൊരവസ്ഥ അതിൽ വരുന്നുണ്ട്. സാധാരണ കിണറ്റിലുള്ള തവളകൾ അവർ എനിക്ക് കുളത്തിലും അധികാരമുണ്ട് എന്ന് വാദിക്കുന്നത് പോലെ ആയത്. ഇങ്ങനെ വാദിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് സമുദ്രത്തിലും ആധിപത്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനീവയിലും മറ്റുമൊക്കെ സമ്മേളനം നടത്തിക്കൂടായികയില്ല ഇങ്ങനത്തെ ആളുകൾ. അപ്പോൾ അതും സൂക്ഷിക്കേണ്ടി വരും. ഓരോരുത്തരെയും ബൗണ്ടറിയിൽ കറങ്ങി അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അവർക്ക് അതിനുള്ള പരിധി എന്നോ അവർ ലംഘിച്ചിട്ടുണ്ട്. ലീഗ് അവർക്ക് നിശ്ചയിച്ചത് കേരളത്തിൽ പ്രവർത്തിക്കുക, അവരുടെ പോഷക സംഘടനയായി പ്രവർത്തിക്കുക, അവർക്ക് അനുകൂലമായ ഫത്വകൾ ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ഡ്യൂട്ടി ഏൽപ്പിച്ചുകൊണ്ട് കൊട്ടാര പണ്ഡിതന്മാരായി വാഴിച്ചതാണ് 89-ൽ. പക്ഷേ അവർ കളം വിട്ടിട്ട് ചിലർ ചാടാൻ തുടങ്ങി. ചിലർ ചാടിയിട്ട് തിരിച്ചു വരികയും ചെയ്തു. കാരണം കീഴടങ്ങുകയല്ലാതെ രക്ഷയില്ല എന്ന് വിചാരിച്ചിട്ട്. ഇത് നമ്മളെ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഗീർവാണങ്ങളും വലിയ അടികളും ഇതൊന്നും കാണുന്നില്ലല്ലോ. കാരണം എന്താണ്, കീഴടങ്ങൽ സംഭവിച്ചിട്ടുണ്ട്. കീഴടങ്ങല്ലാതെ രക്ഷയില്ല. കാരണം ബൈലോ അങ്ങനെയാണ് അതിൻ്റെ ഉൽപ്പാദനം. ആ ഉൽപ്പാദനത്തിനെതിരെ നീങ്ങിയാൽ പാരമ്പര്യത്തിനെതിരെയാകും കണ്ണുരുട്ടും ബന്ധപ്പെട്ടവർ. അപ്പോൾ തിരുത്തേണ്ടി വരും. അപ്പോൾ ഇവർ സാധാരണ ഉറഞ്ഞു തുള്ളാറുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടാക്കിയ സമസ്ത പാരമ്പര്യമുണ്ട് എന്നുള്ളത്. ഇവർക്ക് എന്താണ് പാരമ്പര്യമുള്ളത്? ഈ സംഘടനാ പാരമ്പര്യം അവർക്ക് ഉണ്ടെന്ന് അവർ പറഞ്ഞത് അടിസ്ഥാനത്തിൽ സമ്മതിച്ചു കൊടുത്താൽ തന്നെ സമസ്ത എന്നുള്ളതൊരു സംഘടനാ പാരമ്പര്യം അല്ലല്ലോ, ഒരാദർശ പാരമ്പര്യമാണല്ലോ. അതല്ലേ ഈ സംഘടനയ്ക്കുള്ളത്. ആ പാരമ്പര്യം ഇവർക്കുണ്ട് എന്ന് ഇവർക്ക് തെളിയിക്കാൻ കഴിയുമോ? എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത്? സമസ്ത ഉണ്ടാക്കിയത് ബിദ്അത്തുകാരെ പ്രതിരോധിക്കുക എന്ന ഒന്നാമത്തെ ലക്ഷ്യവും മൊത്തം ഇസ്ലാമിക പ്രബോധനം നടത്തുക എന്ന രണ്ടാമത്തെ ലക്ഷ്യവും ഇതെല്ലാം കൂടി സംയുക്തമായി നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എന്തിനു വേണ്ടി സമസ്ത? ഒരുപാട് സംഘടനകളുണ്ടല്ലോ ദഅവത്തിന് വേണ്ടിയും ദീനി പ്രചരണത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ സമസ്തയുടെ പ്രത്യേകമായ വ്യതിരിക്തമായ ലക്ഷ്യം ബിദ്അത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അത് പ്രതിരോധിക്കാൻ വേണ്ടി വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കും അതിൻ്റെ ശേഷവും വന്ന പണ്ഡിതന്മാർ കർശനമായ ചില നിയമാവലികളും തെർക്കുൽ മുവാലാത്തി എന്ന് പറയുന്ന നിയമനിബന്ധനകളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത്
നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ ലംഘിക്കുന്നവർ, ചിലർക്ക് ബസ് കയറുമ്പോൾ ചിലപ്പം ബിദ്അത്തുകാരൊപ്പം സഹകരിക്കേണ്ടി വരും, ആ ബസ്സിൽ ഒന്നിച്ചു പോകേണ്ടി വരും, അങ്ങനത്തെ അല്ലാത്ത ആദർശപരമായി ആദർശത്തിന് കേടുപറ്റുന്ന രീതിയിൽ ബിദ്അത്തുകാരുമായി യോജിക്കുക എന്നുള്ളത് തർക്കുൽ മുവാലാത്ത് എന്ന ആ അടിസ്ഥാന ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ഈ സംഘടനയുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഒരിക്കലും ബിദ്അത്തുകാരുമായി ചങ്ങാത്തം കൂടുകയോ അവരെ സന്തോഷിപ്പിക്കുകയോ അവരുമായി ബന്ധപ്പെടുകയോ ചെയ്യരുത് എന്ന് സമസ്ത നേരത്തെ തീരുമാനിച്ചതാണ്. തെർക്കുൽ മുവാലാത്തിൻ്റെ നിർവചനം പറഞ്ഞെടുത്ത് പണ്ഡിതന്മാരുണ്ട്. അവരുമായി കൂടിപ്പെരുമാറാതിരിക്കുക, അവരെ കണ്ടാൽ സലാം ചെല്ലാതിരിക്കുക, അവർ മരിച്ചാൽ സന്ദർശിച്ചാതിരിക്കുക, അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാതിരിക്കുക എന്നിത്യാദി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും ഖത്തീബുമാരോ മറ്റോ മയ്യിത്ത് നിസ്കരിച്ചാൽ അവനെ പിരിച്ചുവിടേണ്ടതാണ് എന്നാണ് മുമ്പ് 89 പേരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EK അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി കൊടുത്ത ഫത്വയിലുള്ളത്. അപ്പോൾ അത്രമാത്രം കർശനമായിട്ട് കൊണ്ടുവന്ന ആ സമസ്ത, അതിൻ്റെ ഒരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്നല്ലോ ഇപ്പോൾ മരണപ്പെട്ടു പോയ ഒരു തങ്ങൾ, അദ്ദേഹം എത്ര മുജാഹിദിൻ്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ തർക്കുൽ മുവാലാത്ത് അവിടെ പാലിച്ചോ? അവിടെ ലംഘിച്ചില്ലേ? അപ്പോൾ പാരമ്പര്യം നിങ്ങളുടെ സമസ്തക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആദർശമാണ് ഇത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നത് നിങ്ങൾ നിർത്തണം. നിങ്ങൾ സാധാരണ ഒരു പേര് സ്വീകരിക്കാറുണ്ടല്ലോ, പുണ്യ സമസ്ത, അത് സ്വീകരിച്ചുകൊള്ളൂ, എന്നാൽ പരാതിയില്ല. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഞങ്ങൾക്ക് തന്ന സംഘടനയാണ്, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് വഹാബിക്ക് മയ്യിത്ത് നിസ്കരിക്കും, MI തങ്ങൾ എന്ന വഹാബിക്ക് മയ്യിത്ത് നിസ്കരിക്കും. അങ്ങനെ വഹാബികൾക്കും അതുപോലെ AP അബ്ദുൽ ഖാദർ മൗലവി എന്ന ആജീവനാന്ത സുന്നി പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ നേതാക്കളേറ്റും വാദപ്രതിവാദം നടത്തിയ ബിദ്അത്തിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ കാഷ്ടത്തിൽ പോലും തൗഹീദ് ഉണ്ടെന്നാണ് വഹാബികൾ പറയാറുള്ളത്. അപ്പോൾ ഒരു തെറ്റലും ഇല്ല വഹാബിസത്തിൽ നിന്ന്. അങ്ങനത്തെ ആൾ മരിച്ചിട്ട് സമുദായത്തിന് നഷ്ടമാണെന്ന് പ്രഖ്യാപനം നടത്തിയ നിങ്ങളുടെ സമസ്തയുടെ വൈസ് പ്രസിഡൻറ്റ്, അങ്ങനെ ഒരാളെ വൈസ് പ്രസിഡൻ്റാക്കി നിങ്ങൾ ഒരുപാട് കാലം മരിക്കുന്നത് വരെ വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സമസ്തയാണ് എന്ന് പറയുന്നതിന് ആദർശ പാരമ്പര്യമുള്ളത്? ഇതൊന്നും നിങ്ങൾ വ്യക്തമാക്കണം. ഇങ്ങനെയുള്ള വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുടിക്കുട്ടി മറ്റേ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കലല്ല, വസ്തുതയിലേക്ക് വരണം. അതാണ് ബുദ്ധിയുള്ളവരുടെ അടയാളം. അപ്പോൾ നിങ്ങൾ ഈ പാരമ്പര്യത്തിൻ്റെ ഈ അലറി വിളിക്കലുണ്ടല്ലോ, അതൊന്നും ഒഴിവാക്കണം. നിങ്ങൾക്ക് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സംവിധാനിച്ച സമസ്തയുടെ ആദർശ പാരമ്പര്യമില്ല. അതില്ലെങ്കിൽ പിന്നെ കുറേ മിനിറ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഷറഹ് എഴുതിയ മിനിറ്റ്സ് ഞങ്ങളുടെ കയ്യിലാണ്, കൊടി ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് ജനങ്ങളുടെ മേൽ പൊട്ടീസാക്കിയിട്ടും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അധികാരം നേടിയിട്ടുമൊക്കെ പറയാമെന്നല്ലാതെ സത്യത്തിന് വിരുദ്ധമാണ് നിങ്ങൾ ഈ സമസ്ത എന്നും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും മഹാന്മാരുടെയും ഒക്കെ അഡ്രസ്സ് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സ്ഥാപിച്ചതാണ് ഇങ്ങനെ സ്ഥാപിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങളെ വൈസ് പ്രസിഡൻ്റ് ഒരു ഉദാഹരണമാണ്. പലരും ബിദ്അത്തുകാരുമായി സന്ധിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഘടന വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പാരമ്പര്യമുള്ളതല്ല. പാരമ്പര്യമില്ല എങ്കിൽ ഈ ഷറഹ് എഴുതിയ മിനിറ്റ്സുമായി നിങ്ങളങ്ങോട്ട് നടക്കുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ പുറത്തേക്കങ്ങൾ എന്നാ വളർന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഒരു അഖിലേന്ത്യാ കമ്മിറ്റിയായി അത് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏതായാലും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അല്ല എന്ന്. സമസ്ത ഇന്ത്യ ജമിയത്തുൽ ഉലമ എന്നിട്ട് പറയേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ചെറിയ സംഘടനയാണല്ലോ വിദ്യാർത്ഥികളുടെ SSF. അത് പേരിൽ ചെറുതാണെങ്കിലും ശരി, അത് അഖിലേന്ത്യാ കമ്മിറ്റിയായിട്ട് സംസ്ഥാനങ്ങൾ ഒരുപാട് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ അഖിലേന്ത്യാ കമ്മിറ്റി ഉള്ള SSF ബാംഗ്ലൂരിൽ മഹാസമ്മേളനം നടത്തി. അപ്പോൾ അതിലൊക്കെ വിരളി പൂണ്ടതുകൊണ്ടും അതിൻ്റെ സമാപന സമ്മേളനം ബോംബെയിൽ വെച്ച് നടത്തി, അതിൻ്റെ ഗോൾഡൻ 50. അപ്പോൾ ഇതൊക്കെ അവർ നടത്തുമ്പോൾ ഞങ്ങളും നടത്തണ്ടേ? അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പാരമ്പര്യം. അവരെന്താ നടത്തുന്നത് അതിന് അനുസരിച്ച് നടത്തുക, അല്ലാതെ പുതിയ ഒരു രീതിയിലോ പുതിയ ആവിഷ്കാരങ്ങളോ ഒന്നും ആർക്കും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരവിടെ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും നടത്തുക. പക്ഷേ ഇവർക്ക് അധികാരപരിധി ഉണ്ടോ അവിടെ എന്ന് ചിന്തിക്കാൻ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതേസമയം നിങ്ങൾ അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടാക്കി, അഖിലേന്ത്യാ സമസ്ത എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ബാംഗ്ലൂരിൽ ഉണ്ടായിക്കോട്ടു. അവർ അഖിലേന്ത്യാ കമ്മിറ്റി പേരിനെങ്കിലും ഉണ്ടായാൽ മതി, രജിസ്റ്റർ ചെയ്യണമെന്നില്ല. അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എന്നാണ് നിങ്ങൾ ഉണർത്താനുള്ളത്. ഏതായാലും ശരി, നിങ്ങൾ ഈ പാരമ്പര്യം വിട്ട സ്ഥിതിക്ക്
സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് അലോസരം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു പേര് മുമ്പ് തന്നെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ, പുണ്യ സമസ്ത. അത് പറഞ്ഞോളൂ. അത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ, അതുകൊണ്ട് നമുക്കതിൻ്റെ പ്രശ്നമില്ല. അല്ലാതെ ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സംഘടനയാണ് എന്ന് പറയുകയും വഹാബികളെ ഇന്നും പട്ടിക്കാട് സമ്മേളനം നടന്ന ഒരു ദിവസമാണിന്ന്, KPA മജീദിനെ പോലുള്ള പക്കാ മുജാഹിദുകളെ വേദിയിലിരുത്തി ഒപ്പയിരുത്തി കൂടി പെരുമാറി ബന്ധപ്പെട്ട് നിങ്ങൾ സമസ്ത അലറി വിളിക്കുന്നു. ഇത് കാപഢ്യമാണ് എന്ന് ചരിത്രം വായിക്കുന്ന ആർക്കും തിരിയും. ഇത് ഗൗരവത്തിലായി പോവുകയാണ് പറയുമ്പോൾ. കാരണം നിങ്ങളുടെ സമസ്ത എന്ന അവകാശവാദം മഹാന്മാരുടെ ഗുരുത്തക്കേടിന് കാരണമാകും. അവർ സംവിധാനിച്ച ഒരു സമസ്തയുടെ പാരമ്പര്യം നിങ്ങളുടെ കാണുന്നില്ല. നിങ്ങളെടുത്തുള്ളത് ശറഹ ചെയ്ത ഒരു മിനിറ്റ്സ് മാത്രമാണ്, വേറെ ഒന്നുമില്ല, ആദർശവുമില്ല, കൊടിയുമില്ല. അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ ഇനി മുതൽ ഉപയോഗിക്കരുത് എന്നാണ് ദയവായി പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ആദർശം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒരു വൈസ് പ്രസിഡന്റ് നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നല്ലോ, എന്നൊരു മെമ്പറും പോലല്ല. വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്തുള്ള 2ാം സ്ഥാനത്തുള്ള ആളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ വിടുക. അപ്പോൾ അയാളുടെ സാഹചര്യം എങ്ങനെയാണ്? അയാളെല്ലാവരും കൂടി പറയുന്നത് അങ്ങനത്തെ ഒരു സമസ്തയും പറ്റൂല, അങ്ങനത്തെ സകലഗുലാവി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് പണ്ഡിതന്മാർ അന്ന് മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടൊരു മലബാർ കലാപമൊക്കെ നടന്ന ആ സമയത്ത് ഈ സംഘടന രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനത്തെ ആളുകളും കൂടി ഉൾക്കൊണ്ടാലേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അത് ആ മഹാന്മാരുടെ സംഘടന അല്ല, അത് പുതിയ വ്യതിയാനങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചാൽ പ്രത്യേക സാഹചര്യത്തിൽ മാങ്ങയാണോ വലുത്, അതിൻ്റെ ഉള്ളിലുള്ള അണ്ടിയാണോ വലുത് എന്ന സംശയവും ചർച്ചയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് കേരളത്തിൽ ആളുകളെ കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണോ ഇനി അവിടെയൊക്കെ ആകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ സംഘടിപ്പിച്ച് കണ്ട് കേരളക്കാരറിയില്ല കാണൂല്ല എന്ന നിലക്കുള്ള അതാണോ എന്നറിയില്ല. അതേതായാലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ പ്രശ്നമുള്ളത്, ഇപ്പോൾ അവരുടെ പോഷക സംഘടനയുടെ പ്രസിഡന്റ് വഹാബികളുമായി അവരുടെ പുസ്തക പ്രകാശനം എന്തെല്ലാം കാര്യങ്ങളാണ്. അതുപോലെ അവരുടെ വലിയ ആളുകളാണെന്ന് പറയുന്ന ഒരു വഹാബിൻ്റെ സമ്മേളനത്തിൽ 2 തങ്ങന്മാർ പരസ്യമായി പങ്കെടുത്തു. അവരഞ്ഞ് മുഷാവറയ്ക്ക് അടുത്ത് തന്നെ എടുക്കും, അതിനുള്ള യോഗ്യതയാണ് അവർ അന്ന് പോയതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അവരുടെയൊക്കെ നീക്കങ്ങളുള്ളത്. അതുകൊണ്ട് ഈ സമ്മേളനം നിങ്ങൾ അവിടെ നടത്തുന്ന ലോജിക്കൊന്നും മനസ്സിലാകുന്നില്ല. സമസ്ത എന്ന പേര് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ അർത്ഥശൂന്യത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നൊന്ന് തുറന്നു പറയണം. പാരമ്പര്യം നിങ്ങൾക്കില്ല, സമസ്ത ആദർശത്തിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആ പേര് മാറ്റി നിങ്ങൾ പുണ്യസമസ്തയിലേക്ക് തിരിച്ചു വരണം, പുണ്യസമസ്ത എന്ന പേരിലേക്ക് തിരിച്ച് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ ഖൈറുകളും ചെയ്യുവാനും ഓരോന്ന് ചെയ്യുമ്പോൾ അത് യോജിച്ചതാണോ എന്ന് മനസ്സിലാക്കി മാത്രം ചെയ്യുവാനും, കളത്തിൻ്റെ പുറത്തേക്ക് കടന്നുകൊണ്ട് ഇപ്പോൾ കളിക്കുന്നത് പോലെ ലീഗ് നിശ്ചയിച്ചതായ കളം വിട്ടിട്ട് ലീഗിന് ഫത്വ ഓതിക്കൊടുത്തു, ലീഗിൻ്റെ പ്രസിഡന്റ് എന്തെങ്കിലും ചെയ്താൽ അതിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ കളത്തിൽ നിന്നും ചാടിക്കളിക്കുന്ന ആ പരിപാടി നിങ്ങൾ നിർത്തണം എന്നാണ് ഉണർത്താനുള്ളത്. സ്ഥലം മാറി കളിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ ആദർശ രംഗത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ആ നിങ്ങൾ നിലനിർത്തി തന്ന ആളുകളുടെ താല്പര്യത്തിനെതിരെയും നീങ്ങിയാൽ അത് അടിസ്ഥാനരഹിതമാണ്. അത് നിങ്ങളുടേതായ സംഘടന രൂപീകരിക്കുമ്പോഴുള്ള നിങ്ങളുടെ കരാറിനെതിരാണ്. ആ എതിരായി നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്തുകയും ചിലപ്പോൾ പുറത്താക്കുകയൊക്കെ ചെയ്യും. തന്നെ പുറത്താക്കിയാലും ശരി പ്രശ്നമില്ല എന്നൊക്കെ പറയണ്ടല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നന്നായിരിക്കും. ഏതായാലും സമസ്ത എന്ന ആ വിഷയം പറഞ്ഞ് നിങ്ങൾ മലിനമാക്കരുത്. അത് യഥാർത്ഥ ആദർശത്തിൽ അധിഷ്ഠിതമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരച്ചു തന്ന സംഘടന അത് ഇവിടെ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ദുരുപയോഗം നടത്തി നിങ്ങൾ പേര് പറയുന്നു എന്നതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ആ അവകാശവാദം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.